അസ്സലാമു അലൈക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിന് മുകളിലൊരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ 750 ഗ്രാം വെളുത്തുള്ളിയാണ് ഇവിടെ അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഇതുപോലൊരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എടുക്കുമ്പോൾ വലിയ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം അച്ചാറിടാൻ വേണ്ടി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ സ്റ്റീം ചെയ്യുന്നത് വെളുത്തുള്ളി അച്ചാറിട്ട് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒരുപാടങ്ങ് സോഫ്റ്റായി പോകും. ഇപ്പോൾ വെളുത്തുള്ളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഒരു വെളുത്തുള്ളി എടുത്ത് കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് കുത്തി നോക്കാം. കണ്ടോ, ഇതുപോലെ ആയി വരണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഒരു ബൗളിലേക്ക് എടുക്കാം. അതിന് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് സാദാ മുളക് പൊടി വേണമെങ്കിലും എടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത്, അത് വറുത്തിട്ടൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി. ഇത് ഇത്രയുമാണ് പൊടികളായിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ വലിയ 2 കഷ്ണം ഇഞ്ചി ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 10 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഒന്നുകിൽ മൺചട്ടി എടുക്കണം, അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വേണം അച്ചാർ എടുക്കാൻ വേണ്ടിയിട്ട്. അലൂമിനിയത്തിൻ്റെ പാത്രത്തിൽ ഒരിക്കലും അച്ചാറിടരുത്. അപ്പോൾ നമ്മൾ ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് അച്ചാറിട്ടെടുക്കാൻ. ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഉലുവയും കടുകും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന പച്ചമുളകിൻ്റെയും വറ്റൽമുളകിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇപ്പോൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. വെരി ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളെല്ലാം കൂടി ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടിട്ട് പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ നിങ്ങൾ ബൗളിൽ എടുത്ത് വെക്കാതെയാണ് ചേർക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വൈറ്റ് വിനേഗർ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അച്ചാറിന് കുറച്ചുകൂടി ചാറ് വേണമെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മാക്സിമം 1.5 മാസം വരെയൊക്കെ അച്ചാർ കേടുകൂടാതെ ഇരിക്കും. ഞാനിവിടെ ഈ വിനേഗർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 6 മാസം വരെ ഒരു കേടും കൂടാതെ പുറത്ത് തന്നെ നമുക്ക് അച്ചാർ വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി സ്റ്റീം ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഇനി ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇത് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ ഒരു ഗ്ലാസിൻ്റെ ജാറിൽ നമുക്ക് അച്ചാർ മാറ്റാം. ഇതിപ്പോൾ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. താങ്ക്